സുരേഷ് ഗോപിയെ ഒഴിവാക്കുകയാണെങ്കിൽ ആ റോളിൽ മമ്മൂട്ടി ചെയ്യാം എന്നൊരു വാർത്ത പ്രചരിച്ചിട്ടുണ്ട്. അതിലെത്ര കണ്ട് സത്യമാണെന്നാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വിഷയം പ്രത്യേകിച്ച് ഹിസ്റ്ററി ആകുമ്പോൾ അല്ലെങ്കിൽ വടക്കൻ പാട്ടുകളാകുമ്പോൾ ആർക്കും എടുക്കാം, കുറ്റം പറയാൻ പറ്റില്ല. ഒരേ പേരിൽ തന്നെ പല സിനിമകൾ ഇറങ്ങാം. വർഷങ്ങൾക്ക് മുമ്പ് മൈനത്തെരുവിലൊരു കൊലപാതകം നടന്നു. അതിൽ പ്രധാന സാക്ഷിയും ഒക്കെ ആരായിരുന്നു? ഒരു സ്ത്രീ ആയിരുന്നു. ആലോചിക്കണം, ഒരു പുരോഹിതനാണ് പ്രതിസ്ഥാനത്ത് വന്നത്. കേരളത്തിലെ രണ്ട് പ്രഗത്ഭ ബാനറുകളാണ് ഉദയ, മെരിലാൻഡ്. ഇവർ തമ്മിലാണ് എപ്പോഴും മത്സരം. മെരിലാൻഡ് ഒരു സബ്ജക്റ്റ് എടുക്കാൻ പോകുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതേ സാധനം തന്നെ മറ്റുള്ളവരെടുക്കും. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ രണ്ടുപേരും, ഒരാൾ മൈനത്തെരുവി കൊലക്കേസായും മറ്റൊരാൾ മാടത്തരുവി കൊലക്കേസായിട്ടും ഈ സാധനം രണ്ട് സിനിമ ഒരേ സമയം ചെയ്തു മത്സരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആൾക്ക് വേണമെങ്കിൽ എടുക്കാം. എടുക്കുന്നതിൻ്റെ വീക്ഷണം വേറെ ആയിരിക്കുന്നതാണ്. ഈ രണ്ട് സിനിമകളും കൂടെ വിജയിച്ചിട്ടുണ്ടെന്നാൽ ഇങ്ങനെ ഇത് മാത്രമല്ല, പല സിനിമകളും അങ്ങനെ തന്നെയാണ്. ഇവിടെ പറയാൻ പോകുന്നത് മമ്മൂട്ടി എന്തോ അപരാധം ചെയ്തു, സുരേഷ് ഗോപി കിട്ടേണ്ട റോള് മമ്മൂട്ടിയെ അടിച്ചെടുത്തു, അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ചെയ്യേണ്ട സിനിമ ഈ ഹരിഹരൻ അടിച്ചെടുത്തു, ലെനിൻ രാജൻ എഴുതേണ്ട തിരക്കഥ MT അടിച്ചെടുത്തു, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പഴശ്ശിരാജയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പഴശ്ശിരാജ് നിങ്ങൾ കണ്ടാണല്ലോ. പഴശ്ശിരാജ് ചെയ്തതാരാണ്? സംവിധാനം ഹരിഹരനാണ്. പഴശ്ശിരാജായിട്ട് അഭിനയിച്ചതാരാണ്? മമ്മൂട്ടിയാണ്. എഴുതിയത് നമ്മുടെ MT ആണെന്ന് ആലോചിക്കണം. ഇതല്ല പറഞ്ഞതെന്നാണ് എന്നോട് പറയുന്നത്. ഇതല്ല, അതിന് മുൻപ് ഈ പടം ചെയ്യാൻ ഒരാൾ തയ്യാറായിരുന്നു. 4 വർഷക്കാലം ഈ പഴശ്ശിരാജയ്ക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ചരിത്രരേഖകളെല്ലാം പഠിച്ച് ഒരു ചെറുപ്പക്കാരൻ ഈ പഴശ്ശിരാജയെ പേരിലൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതിൽ പഴശ്ശിരാജയായി തീരുമാനിച്ചത് സുരേഷ് ഗോപിയാണ്. തലക്കൽ ചന്തു എന്നുള്ള കഥാപാത്രം ലാലിനെ കൊണ്ടും അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാമ്പത്തിക മാന്ദ്യം വരുന്നത്. അതുമാത്രമല്ല, തിളങ്ങി വിളങ്ങി നിന്നിരുന്ന സുരേഷ് ഗോപിക്ക് ഡൗൺഫോൾസ് വരുന്നു, പടങ്ങൾ പൊട്ടുന്നു, മാർക്കറ്റ് ഇല്ലാതാവുന്നു. അവിടെ തൽക്കാലം ഈ പ്രോജക്റ്റ് നിർത്തിവെക്കുകയാണ് ഈ സംവിധായകൻ എഴുത്തുകാരനായ ലെനിൻ രാജേന്ദ്രൻ ചെയ്തത്. അവിടെ ഒരു ഗ്യാപ്പ് വരുന്നു. ആ ഗ്യാപ്പിൽ സ്ഥലമുണ്ട്. അവിടേക്കാണ് മമ്മൂട്ടി ഇടിച്ചു കയറിയെന്നാണ് പറയുന്നത്. ഒരു ദിവസം മമ്മൂട്ടി ലെനിൻ രാജേന്ദ്രനെ വിളിക്കുന്നു. ഞാൻ മമ്മൂട്ടിയാണ്, മനസ്സിലായി. ആ പടം ചെയ്യണ്ടേ? ഏത് പടം? പഴശ്ശിരാജ. അത് ചെയ്തിട്ടില്ല, ചെയ്യണം. അത് നീ നടക്കുമോ? നടക്കാൻ സാധ്യതയുണ്ട്, നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു കാര്യം ചെയ്യാം, സുരേഷ് ഗോപി മാറുകയാണെങ്കിൽ, സുരേഷ് ഗോപിയെ മാറ്റുകയാണെങ്കിൽ ആ സിനിമ നമുക്ക് ചെയ്യാം, ഞാൻ പഴശ്ശിരാജയാകാം എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. അവിടെ ലെനിൻ രാജേന്ദ്രൻ്റെ മറുപടി നോക്കട്ടെ എന്ന് മാത്രമാണത്. നോക്കട്ടെ എന്ന് പറഞ്ഞെങ്കിലും ലെനിൻ രാജേന്ദ്രന് സമ്മതമായിരുന്നില്ല. കാരണം പണമല്ല പ്രശ്നം. മമ്മൂട്ടിയെ പഴശ്ശിരാജയാക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ധാരാളം കിട്ടും, അല്ലെങ്കിൽ മമ്മൂട്ടി തന്നെ കൊണ്ടുവരും, പേരും പ്രശസ്തിയൊക്കെ കിട്ടും. പക്ഷെ ഒരു വാക്കുണ്ട് ഒരാൾക്ക്, ആ വാക്ക് മാറുമ്പോൾ ക്യാരക്ടർ പോകും. അതുകൊണ്ടാണ് നോക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനിടയിൽ സുരേഷ് ഗോപിയിലെ ഒരു മാർക്കറ്റ് വീണ്ടും ഉയർന്നു വരികയാണത്. ഷാജി കൈലാസും രഞ്ജി പണിക്കരും ചേർന്ന് ഭരത്ചന്ദ്രൻ IPS എടുക്കുന്നു. ആ ഭരത്ചന്ദ്രൻ IPS ബമ്പർ ഹിറ്റാകുന്നു. സുരേഷ് ഗോപിക്ക് നല്ല കാലം വരുന്നു, തിരിച്ചു വരുന്നു. ആദ്യം സുരേഷ് ഗോപി ചെയ്ത് ലെനിൻ രാജേന്ദ്രൻ വിളിക്കുകയാണോ, സർ നമുക്ക് ആ സിനിമ ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണത്. അപ്പോൾ എനിക്ക് ചെയ്യാം, പക്ഷേ ഈ ഗ്യാപ്പിൽ ഞാനൊരു സിനിമ തുടങ്ങി പകുതിയായി കഴിഞ്ഞിരിക്കുന്നു, അത് പൂർത്തിയാക്കാതെ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ മതി എന്ന് സമ്മതിക്കുന്നു.
അപ്പോൾ ലെനിൻ രാജേന്ദ്രൻ്റെ ആ രാത്രിമഴ എന്നുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ പഴശ്ശിരാജ ആരംഭിക്കാമെന്നുള്ള ധാരണയിൽ അവർ മാറി പോകുന്നു. കുറച്ച് ദിവസം കഴിയുന്നു. MT ഹരിഹരൻ മമ്മൂട്ടി ടീമിൻ്റെ പഴശ്ശിരാജയുടെ പരസ്യം വരുന്നു. ഞെട്ടിപ്പോയി. പലരും ലെനിനോട് ചോദിക്കുന്നു, അത് നിങ്ങളുടെ സബ്ജക്റ്റും നിങ്ങളുടെ ടൈറ്റിലും വന്നിരിക്കുന്നു. അപ്പോൾ ലെനിൻ പറഞ്ഞു, എൻ്റെ സബ്ജക്റ്റും അല്ല, എൻ്റെ ടൈറ്റിലും അല്ല. പഴശ്ശിരാജ അവിടെ ജീവിച്ചിരുന്ന ഒരാളാണെന്ന് ആലോചിക്കണം. ആ ചരിത്ര പുരുഷനെ ആർക്ക് വേണമെങ്കിലും സിനിമ എടുക്കാം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് എത്രയോ സിനിമകൾ വന്നിരിക്കുന്നു. അപ്പോൾ അത് കേരള ചരിത്രത്തെക്കുറിച്ച് എത്രയോ സിനിമകൾ വന്നിരിക്കുന്നു. വടക്കൻ പാട്ടുകളെക്കുറിച്ച് എത്രയോ സിനിമകൾ വന്നിരിക്കുന്നു, ഇല്ലേ? കുഞ്ഞാലി മരക്കാരെക്കുറിച്ച് എത്രയോ സിനിമകൾ വന്നിരിക്കുന്നു. ഏതെല്ലാം തരത്തിൽ ഇനിയും വരില്ലേ? പിന്നെ വന്നില്ലേ? പ്രിയം ചെയ്തില്ലേ? അപ്പോൾ അതിന് കാര്യമില്ല എന്ന് നിസ്സാരമട്ടിൽ മറ്റുള്ളവർ പറഞ്ഞവരുടെ വായടയ്ക്കാണ് ലെനിൻ ചെയ്തത്. ഇവിടെ ഈ സിനിമ വന്നു. അങ്ങനെ പറഞ്ഞെങ്കിലും ലെനിൻ അങ്ങനെ പറഞ്ഞെങ്കിലും വല്ലാത്തൊരു വേദന ലെനിനുണ്ടായിരുന്നു. എത്രയായാലും ഞാൻ വ്യത്യസ്ത സിനിമകൾ ചെയ്ത ഒരാളാണ്. ഞാൻ ഈ പൈസ പടം തുടങ്ങി വെച്ചപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിൽ അപ്പുറത്ത് പ്രഗത്ഭരാണ്, എനിക്ക് വിമർശിക്കാൻ പോലും അവകാശമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വേദനയുണ്ട്. ഞാൻ സന്തോഷത്തോടെ വേദനയോടെ പിന്മാറുകയാണ് എന്നാണ് ലെനിൻ പറഞ്ഞത്. അവിടെ പഴശ്ശിരാജ വൻ വിജയമായി മാറി. നല്ലൊരു സിനിമ തന്നെയാണ് നമുക്ക് MT ഹരിഹരൻ മമ്മൂട്ടിയിൽ നിന്ന് കിട്ടിയത്. പക്ഷേ പറഞ്ഞു കേൾക്കുന്നത് എന്താണ്? ഈ സിനിമ ഇത്രയും വേഗം നിർബന്ധിച്ച് എടുപ്പിക്കാൻ കാരണം മമ്മൂട്ടി തന്നെയാണെന്നാണ് പറയുന്നത്. കാരണം പഴശ്ശിരാജയാകാൻ മമ്മൂട്ടി തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മെയ്യഴക് ഉണ്ടായി, അതിൻ്റെ ആയോധനം മുറ പഠിച്ചിരിക്കുന്നു, വിവിധ ഭാഗങ്ങൾ പഠിച്ചിരിക്കുന്നു. MTയെ നിർബന്ധിച്ച് എഴുതാൻ പ്രേരിപ്പിച്ചു. അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് ഈ പഴശ്ശിരാജ ഉണ്ടായത്. പഴശ്ശിരാജ വന്നു, നന്നായി. ലെനിൻ മരിക്കുന്നത് വരെ ഒരു വേദനയുണ്ടായിരുന്നു. ഞാൻ എത്രയോ വർഷം കഷ്ടപ്പെട്ടതാണ്. കഷ്ടപ്പെട്ട് നേടിയെടുത്തത് ഇടയ്ക്ക് വെച്ച് ചോർന്നു പോകുമ്പോൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അങ്ങനെ അനുഭവിച്ചവനെ മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് ലെനിൻ പറഞ്ഞത്. പിന്നീട് നമ്മുടെ സുരേഷ് ഗോപി പല പ്രോജക്റ്റുകളുമായി ചെന്നു, നിരുത്സാഹപ്പെടുത്തിയില്ല. നല്ല റോള്, നല്ല സിനിമ തന്നെ മറ്റൊരു സിനിമ സുരേഷ് ഗോപി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവർ തമ്മിൽ സംസാരിക്കാറുണ്ട്. പഴശ്ശിരാജ പോണെങ്കിൽ പോട്ടെ, വേറൊരു ചരിത്ര സിനിമ നമുക്ക് വന്നുകൂടെ എന്നുള്ളതാണ്. ആലോചിക്കാം, ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ആ പ്രോജക്റ്റ് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലെനിൻ രാജേന്ദ്രൻ അസുഖബാധിതനായി, ലിവർ രോഗം വന്ന് അസുഖബാധിതനായി. പിന്നെ അത് കരൾ മാറ്റ ശസ്ത്രക്രിയ വന്നതും അതിനെ തുടർന്നുണ്ടായ മരണവുമെല്ലാം നടന്നത്. അപ്പോൾ അവശേഷിച്ച് പോയ കുറേ നല്ല സിനിമകൾ ഇപ്പോഴുമുണ്ട്. ഏറ്റവും വേദനാജനകം ലെനിൻ എഴുതി പൂർത്തിയാക്കിയ, അതായത് അതിൻ്റെ ഷോട്ട് ബൈ ഷോട്ട് തിരിച്ച പഴശ്ശിരാജൻ്റെ തിരക്കഥ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഏതൊരു വേദനാജനകം. എന്തിനാണ് ലെനിൻ നിങ്ങളങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഇത് ഇങ്ങനെയാണ് വേണ്ടി വന്നത്. കാരണം അപ്പുറത്ത് മറ്റൊരു നല്ല പഴശ്ശിരാജ വരുമ്പോൾ ഈ പഴശ്ശിരാജയ്ക്ക് ഒരു അഗ്നിപ്രവേശം കൊടുക്കുന്നതല്ലേ നല്ലത് എന്നാണ് അന്ന് ചോദിച്ചത്. ആരായും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട്. അതുകൊണ്ട് മമ്മൂട്ടി കുറ്റക്കാരനാണോ? അല്ല. ലെനിൻ കുറ്റക്കാരനാണോ? അല്ല. സുരേഷ് ഗോപി കുറ്റക്കാരനോ? അല്ല. ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രത്യേക ചരിത്ര കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ആർക്ക് വേണമെങ്കിൽ എടുക്കാമെന്നുള്ളതാണ്. അതാരും കുറ്റം പറയരുത്. ഓടി മുന്നിൽ എത്തുന്നവനാണ് വിജയിക്കുക.